ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പലർക്കും ഇതിൽ നിന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് മനു കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്തു തരുന്നത്. പുതിയ ബാറ്ററി പാക്ക് മാറ്റി വയ്ക്കാനാണെങ്കിൽ 6,85,000 രൂപയാണ് പറയുന്നത്. പ്രൈമിന് 7 ലക്ഷത്തോളം രൂപ, 30.2 കിലോവാട്ട് ബാറ്ററിക്ക് മാക്സ് ആകുമ്പോൾ ഇനി എന്തായാലും അതിൽ കൂടും. ഓക്കെ, ടിയാഗോ ആണെങ്കിൽ കുറയും. EV വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഇഷ്യൂസും സംഗതികളും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം അതിനകത്ത് പോവാം. 1.4 ലക്ഷം കിലോമീറ്ററിനകത്ത് നോർമൽ റുട്ടീൻ സർവീസ് എന്ന് പറഞ്ഞാൽ 20 തവണ എനിക്ക് സർവീസ് സെൻറ്ററിൽ പോയാൽ മതി, റുട്ടീനായിട്ടുള്ളത്. പക്ഷേ എനിക്ക് 60 തവണയിൽ കൂടുതൽ പോകേണ്ടി വന്നിട്ടുണ്ട്. കൂടുതലും കണ്ടിട്ടുള്ള ഒരു 30% വരെ, 30 അല്ലെങ്കിൽ 40% താഴെ കൊണ്ടുവരാത്ത ആൾക്കാർ ഒരു എമർജൻസി വരുമ്പോൾ 20% കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നം കുറേ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതേ കേസ് തന്നെ ടിയാഗോ എടുത്തിട്ട് ഒട്ടും മൈലേജ് കിട്ടാത്ത ഒരു 10 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്ന ഒരാൾ, സിറ്റിയിൽ ഓടുന്ന ഒരാളാണെങ്കിൽ ടിയാഗോ എടുക്കുന്നത് അല്ലെങ്കിൽ കോമറ്റ് എടുക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വാറണ്ടി പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ 2 വണ്ടി വാങ്ങിക്കാനുള്ള ലാഭം ചിലപ്പോൾ പുള്ളിക്ക്. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ 2 ലോങ് ടേം ആയിട്ട് ടാറ്റ നെക്സോൺ EV യൂസ് ചെയ്യുന്ന 2 പേരാണുള്ളത്. ഒന്ന് ഗോവിന്ദാണ്. ഗോവിന്ദിനെ പറ്റിയിട്ട് പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, നമ്മുടെ ചാനലിൽ പലപ്പോഴായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഇലക്ട്രിക് വെഹിക്കിൾ ഒരു എക്സ്പേർട്ടാണ്. നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ബാറ്ററി സേഫ്റ്റി ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന ഒരു പുലിയാണ്. പിന്നുള്ളത് നമ്മുടെ നെക്സോൺ EV നമുക്കറിയാം, കമ്പനി പറയുന്ന ബാറ്ററി വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,60,000 കിലോമീറ്ററാണ്. വാഹനം ഓൾറെഡി 1,70,000 കിലോമീറ്ററോളം ഓടിച്ച കൊല്ലംകാരനായിട്ടുള്ള മനുവാണ്. അപ്പോൾ മനുവിന് ഡ്യൂ ടു സം പ്രൈവസി വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ല. പക്ഷേ മനുവിൻ്റെ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദിൻ്റെ ആണെങ്കിലും മനുവിൻ്റെ ആണെങ്കിലും ഇത്രയും നാൾ ടാറ്റ നെക്സോൺ യൂസ് ചെയ്തിട്ടുള്ളൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇനി ഒരു ഇലക്ട്രിക് വാഹനം, അത് ടാറ്റ ആവട്ടെ മറ്റേത് ബ്രാൻഡും ആവട്ടെ, എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻപുട്ടും ഫീഡ്ബാക്കും തരുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന മനുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മനുവാണ് ഇതിൽ സീനിയർ. കാരണം 1,70,000 കിലോമീറ്റർ ഓടിച്ച് ബാറ്ററി വാറണ്ടിയൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മനു എന്തുകൊണ്ടാണ് ടാറ്റ നെക്സോൺ തന്നെ ആദ്യം സെലക്ട് ചെയ്യാനുള്ളൊരു റീസൺ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വാഹനം തന്നെ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? ഞാൻ ആക്ച്വലി പണ്ട് മീൻസ് 2009 സമയത്തൊക്കെ പണ്ട് സ്കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ലോ വോൾട്ടേജിൻ്റെ EV സ്കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിൽ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു സ്കൂട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 4-5 വർഷം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് EV ഒരു താല്പര്യമുള്ള സംഗതിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു വണ്ടി വാങ്ങിക്കേണ്ട ആവശ്യം വന്നപ്പോൾ EV ഉണ്ടായിരുന്നു. സോ അപ്പോൾ നെക്സോൺ EV മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നെക്സോൺ EVയിലേക്ക് തന്നെ പോയതാണ്. അതാണ് ബേസിക്കലി EVയിലേക്ക് വരാനുള്ള കാര്യം. അതാണ് ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നെക്സോൺ എടുത്തത്, വേറെ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ടായില്ല. അതെ, പിന്നെ ഉണ്ടായിരുന്ന 2 ഓപ്ഷൻസ് എന്ന് പറയുന്ന MGയുടെ ZSഉം പിന്നെ കോന, ഹുണ്ടായുടെ കോന, ഇത് രണ്ടുമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ അത് രണ്ടും നമുക്ക് ഇത് തന്നെ നെക്സോൺ എടുത്തത് തന്നെ ഏതാണ്ട് നമ്മളുടെ അപ്പർ എക്സ്ട്രീമിൽ നിന്നാണ് നമ്മൾ എടുത്തത് പ്രൈസ് വൈസ്. ബാക്കി രണ്ടും നമുക്ക് എന്തായാലും ഒരു രീതിയിലും ആലോചിക്കാവുന്ന ഒരു പ്രൈസ് ഫിഗർ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലോട്ട് പോയില്ല. പിന്നെ ഇപ്പോൾ ഒരു പുതിയ വണ്ടി വന്നിരുന്നെങ്കിലും ഞാൻ ചിലപ്പോൾ എടുക്കത്തില്ലായിരുന്നു. കാര്യം ഇതിപ്പോൾ നെക്സോണിൻ്റെ ബാക്കി എല്ലാ സംഗതിയും സ്പെയർ അവൈലബിലിറ്റി അങ്ങനെ കുറേ സംഗതികളുണ്ട്. സോ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തപ്പോൾ എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് നെക്സോൺ എടുത്തത്. അപ്പോൾ അതിനു മുമ്പ് മനു എനിക്ക് തോന്നുന്നു എക്കോസ്പോർട്ട് എന്തോ യൂസ് ചെയ്തിട്ടില്ലേ? അതെ, ഇതെൻ്റെ ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലെ 3ാമത്തെ വണ്ടിയാണ്. ആദ്യമേ ക്യുഡ് എടുത്തായിരുന്നു, അതൊരു 55,000 കിലോമീറ്റർ 2 വർഷം കൊണ്ട് ഓടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എക്കോസ്പോർട്ട് എടുത്തായിരുന്നു. എക്കോസ്പോർട്ട് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതും 3 വർഷം കൊണ്ട് ഏതാണ്ട് 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇപ്പോൾ 1.5 ലക്ഷം കിലോമീറ്ററായി. കാരണം നെക്സോൺ എടുത്തതിന് ശേഷം അതിന് വലിയ ഓട്ടോ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ എക്കോസ്പോർട്ടിൽ നിന്ന് നെക്സോണിലേക്ക് വന്നപ്പോൾ, അതായത് ഒരു ICE വാഹനത്തിൽ നിന്ന് ഒരു ഇലക്ട്രിക് വാഹനത്തിലോട്ട് വന്നപ്പോൾ മെയിനായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേഞ്ചസ്? അതിനകത്ത് മെയിനായിട്ട് നമ്മൾ റേഞ്ചിൻ്റെ കാര്യം ഒരു കൺസേണാണ്. അതായത് നമ്മൾ നോർമലി വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ അത്ര വലിയൊരു കൺസിഡറേഷൻ എടുക്കുന്ന കാര്യമല്ല. ഈ പ്ലാനിങ്ങും വലുതായിട്ടൊന്നുമില്ല, നമുക്ക് പോകേണ്ടടുത്ത് പോവുക വരിക അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. പക്ഷേ നെക്സോൺ EVയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും കംഫർട്ട് കിടിലമാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മീൻസ് രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒക്കില്ല. അത് മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രീ ആവും.
ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ വല്ലപ്പോഴും ആയിരുന്നു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. എങ്കിലും കണ്ടിന്യൂസ് ഒരു 3 ദിവസത്തിൽ കൂടുതൽ എനിക്ക് ഈ എക്കോസ്പോർട്ട് വെച്ചിട്ട് ഓഫീസിൽ പോയി വരാൻ ഒക്കുമല്ലോ. 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറെ ബസ് പിടിച്ചോ അല്ലെങ്കിൽ ട്രെയിനിലോ ആയിരിക്കും പോകുന്നത്. കാരണം ടയേർഡാവും. പക്ഷേ നെക്സോൺ EVയിലോട്ട് മാറിയതിന് ശേഷം 7 ദിവസവും ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമായത്. സോ അതുകൊണ്ട് അത്ര ടയേർഡാവില്ല. അതിന് 2 കാര്യമുണ്ട്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, അതൊരു ഫാക്ടറാണ്. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് EV ആണ് എന്നുള്ളത് കൊണ്ട് പിന്നെ ക്ലച്ചും ഗിയറും ഒന്നും ഇല്ല എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സോ എക്കോസ്പോർട്ടിൽ നിന്ന് നെക്സോണിലോട്ട് വന്നപ്പോൾ മെയിനായിട്ടുള്ളത് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ട റിക്വയർമെൻറ്റ് വന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം മീൻസ് കംഫർട്ട് കൂടിയിട്ടുണ്ട്, അങ്ങനെയുള്ളതൊക്കെയുള്ള സംഗതികളേ ഉള്ളൂ. ഒരു ചേഞ്ച് എന്ന് പറയാൻ പ്ലാനിങ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, കൂടുതൽ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ യാത്രകളൊക്കെ പോകാനായിട്ടുള്ളത്. അതെ, എസ്പെഷ്യലി ലോങ് ഡ്രൈവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ചാർജിങ് പാറ്റേൺ ഒക്കെ എങ്ങനെയാണ്? വീട്ടിൽ തന്നെയാണോ ചാർജ് ചെയ്യാറ് അതോ? എനിക്ക് ഡെയിലി ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡെയിലി ഓഫീസിൽ വണ്ടി പോകാൻ തുടങ്ങിയത്. ആദ്യമേ എക്കോസ്പോർട്ടിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് പതുക്കെ EVയിലേക്ക് മാറി. സോ EVയിലേക്ക് മാറിക്കഴിയുമ്പോൾ എനിക്ക് ഡെയിലി വരുന്ന ഏകദേശം 1 സൈഡ് 82 കിലോമീറ്റേഴ്സാണ്. സോ ഒരു ദിവസം ഏതാണ്ട് 164 കിലോമീറ്റേഴ്സിനടുത്ത് എനിക്ക് ഡ്രൈവ് ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഡെയിലി ചാർജ് ചെയ്യേണ്ടി വരും. ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നത് വണ്ടി എടുത്ത സമയത്തൊക്കെ ഏതാണ്ട് 32 to 25% ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ വീട്ടിൽ എത്തുന്നത്. വൈകുന്നേരം വരും, ചാർജിനിടും, രാവിലെ എടുത്തിട്ട് പോകും. അതായിരുന്നു ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രൈം അപ്ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ചാർജിങ് പവർ അവർ കുറച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം വളരെ ക്രൂയിസ് കൺട്രോളും കുറേ ഫീച്ചേഴ്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ചാർജിങ് പവർ അവർ കുറച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ മോശമായിട്ടുള്ളൊരു സംഗതിയാണ്. നല്ല രീതിയിൽ കുറഞ്ഞു. അതായത് 3.3 കിലോ വാട്ട് എന്ന് പറയുന്നത് 2.65 കിലോ വാട്ടായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ കുറയ്ക്കുന്നതുകൊണ്ട് എനിക്ക് സ്റ്റേ ബാക്ക് വരുന്ന സമയത്തൊക്കെ പോയിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ചിലപ്പോൾ 8 മണിക്കൂർ പോലും വീട്ടിലുണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഫുള്ള് ചാർജ് ആവാത്ത ഇഷ്യൂ മീൻസ് അങ്ങനത്തെ കേസസ് വന്നു തുടങ്ങിയായിരുന്നു. പിന്നെ ഇപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയ കപ്പാസിറ്റിയുടെ ചാർജർ വാങ്ങിച്ചു വെച്ചിട്ട് 3.3 കിട്ടുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ പൊതുവെ ഇപ്പോൾ സോളാറാണോ വീട്? സോളാറാണോ? ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 വർഷത്തോളമായിട്ട് സോളാറാണ്. അതിന് മുമ്പ് സോളാറില്ല. അതിന് മുമ്പ് സോളാറില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര കാര്യമായിട്ടുള്ള കറണ്ട് ബില്ല് കാര്യങ്ങൾ വരാറുണ്ടായിരുന്നു. എനിക്ക് ഏതാണ്ട് 10,000 വണ്ടിക്ക് മാത്രമായിട്ട് ഏകദേശം 10,000 രൂപ വരെ ബില്ല് വന്നിട്ടുണ്ട്. ഒരു മാസം എത്ര യൂണിറ്റോളം യൂസ് ചെയ്തിട്ടുണ്ടാവും? അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. അല്ല, ജസ്റ്റ് ഒരു റഫ് ഏകദേശം എത്ര യൂണിറ്റ് ഡെയിലി ചാർജ് ചെയ്യേണ്ടി വരില്ലേ? അപ്പം നല്ലൊരു യൂണിറ്റ് എമൗണ്ട് വന്നിട്ടുണ്ടാവില്ലേ? അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് വീഡിയോയ്ക്കകത്തോ അതല്ലെങ്കിൽ സെപ്പറേറ്റോ പറയാം. കാരണം ഇതിൻ്റെ എല്ലാം ലോഗ് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. സോ അതിനകത്ത് വിശദമായിട്ട് ഇല്ല, 900 ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടായിരുന്നു. ഓക്കെ, ഞാൻ ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ ബില്ല് വന്നിട്ടുള്ള എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2022 മെയ്യിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 9,500-നടുത്ത് യൂണിറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, രൂപ വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 10,000 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. 1054 യൂണിറ്റാണ് എടുത്തിട്ടുള്ളത്. 1054 യൂണിറ്റ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ മാസങ്ങളിലൊക്കെ ഏകദേശം? അത് ഏതാണ്ട് അവസാനത്തെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8,000 കിലോമീറ്ററിനടുത്ത്, 8,300. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ ചാർജിങ്ങിന് ഒരു പെർ കിലോമീറ്റർ എത്ര പെർ കിലോമീറ്റർ അല്ലല്ലോ, പെർ കിലോമീറ്റർ അല്ലേ? പെർ കിലോമീറ്റർ എത്ര രൂപ വെച്ചിട്ട് വന്നിട്ടുണ്ടാവും? ഞാനിപ്പോൾ മനുവിൻ്റെ ഫേസ്ബുക്ക് ഞാൻ ഫ്രണ്ട് ആയതുകൊണ്ട് മനുവിൻ്റെ കുറേ ലോഗുകളും കുറേ എഴുതി ഇതെല്ലാം വായിച്ചെടുക്കാന്ന് പറഞ്ഞാൽ മടിയാവും. പക്ഷെ എന്നാലും ഒരു കണക്കനുസരിച്ച് എത്ര രൂപ ഒരു കിലോമീറ്ററിന് ചിലവുണ്ടാവും? 1 കിലോമീറ്റർ ഞാൻ 1.4 ലക്ഷത്തിനാണ് അവസാനം കൺസോൾഡേറ്റ് ചെയ്തേക്കുന്നത്. അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഇതുവരെ കൺസോൾഡേറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. അതിനകത്ത് എന്തൊക്കെയാണ് വരാ 1.4 ലക്ഷം കിലോമീറ്റർ വരെ ഉള്ളത് നോക്കുമ്പോൾ ഏകദേശം പെർ കിലോമീറ്റർ 1.3 രൂപ 1 രൂപ 30 പൈസയ്ക്ക് അടുത്താണ് പെർ കിലോമീറ്റർ ചിലവ് വരുന്നത്. അതെന്ന് പറയുന്നത് ചാർജിങ് മാത്രമാണ്. ആ ചാർജിങ്ങിനകത്ത് വീട്ടിൽ നിന്നുള്ള സ്ലോ ചാർജിങ് ഉൾപ്പെടും.
പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ചാർജിങ് ഉൾപ്പെടും. പിന്നെ തുടക്കത്തിൽ ഇറങ്ങിയ സമയത്ത് കുറച്ച് നാൾ ഫ്രീ ആയിട്ട് KSEB എന്നൊക്കെ ചാർജിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുമ്പോൾ ബഗ് കാരണം നമുക്ക് പൈസ കിട്ടാതെ വരുന്നുണ്ട്, മീൻസ് പൈസ എടുക്കാത്ത സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ചാർജിങ് പറഞ്ഞു ഏകദേശം എനിക്ക് തോന്നുന്നു 1.4 രൂപയാണ് 1 കിലോമീറ്ററിന് പറഞ്ഞത്. ഓക്കെ, സോളാർ ആക്കിയതിന് ശേഷവും ഇതിൽ നിന്ന് എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് ചാർജിങ് കോസ്റ്റ്? ഓക്കെ, സോളാറിൻ്റെ കാര്യം ചോദിച്ചതുകൊണ്ട് പറയുക. സോളാറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ സോളാർ എടുത്തതിന് ശേഷം ഇതുവരെയും ആ എമൗണ്ടിൻ്റെ കാര്യം എൻ്റെ ബില്ലിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ EVയുടെ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എനിക്ക് ആക്ച്വലി ഇപ്പോൾ 100 രൂപ 200 രൂപ ബില്ല് വരുന്നെങ്കിലും ഞാൻ ആക്ച്വലി എത്ര യൂണിറ്റ് യൂസ് ചെയ്തോ ആ യൂണിറ്റിന് എത്ര രൂപ വരുന്നു എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ കണക്കാക്കാറുള്ളത്. അത് KSEBയുടെ ബില്ലിംഗ് ആപ്പിനകത്ത് കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാനൊക്കും, ഇത്ര യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാകുമെന്ന് അറിയാനൊക്കും. അത് വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് വീട്ടിലും കാറിനും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് എടുത്തേക്കുന്നത്. സോ അതിനകത്ത് സോളാറിന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തന്നെ തിരിച്ച് കിട്ടിയതിന് ശേഷമേ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവൂന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായും. സോ അതുകൊണ്ട് സോളാറിൻ്റെ വെച്ചിട്ട് എനിക്ക് ഏതാണ്ട് 60,000 രൂപയ്ക്ക് അടുത്തൊക്കെയാണ് ഇപ്പോൾ മൊത്തം കിട്ടിയിട്ടുള്ളത്. 60,000 70 ആ റേഞ്ചിൽ എന്താണ് 50,000 60,000 രൂപ റേഞ്ചിലാണ്. സോ ആ എമൗണ്ട് ഈ സോളാറിന് ഇൻവെസ്റ്റ് ചെയ്ത് ഏതാണ്ട് 2 ലക്ഷം രൂപ ആയതിനു ശേഷം മാത്രമേ ഞാൻ ഈ സംഗതി മാറ്റാൻ ഉദ്ദേശിക്കും, മീൻസ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ സർവീസ് മെയിൻ്റനൻസ് ഇതിനൊക്കെ എത്ര രൂപ ആവാറുണ്ട് പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ? ഓക്കെ, ഞാൻ നേരത്തെ ചാർജിങ് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മൊത്തം 1.37 ആണ്. 1.4 ലക്ഷം കിലോമീറ്റർ വരെ 1.37 രൂപ പെർ കിലോമീറ്റർ ആണ് വരുന്നത്. സർവീസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.71 ഏതാണ്ട് 71 പൈസയാണ് ഒരു കിലോമീറ്ററിന് നമുക്ക് വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ്. സോ 1.4 ലക്ഷം കിലോമീറ്റർ വരെയുള്ള ടോട്ടലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജിങ് കോസ്റ്റ് 1,92,000 രൂപ സംതിങ് വരും. സർവീസ് കോസ്റ്റ് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. ഇതാണ് എൻ്റെ ഒരു ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ റഫായിട്ട് പറയുന്ന ഒരു ഐറ്റം അല്ല മനു. ഇതിൽ ഒരുപാട് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ പറഞ്ഞ പോലെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇട്ടുതരാം. കമന്റ് സെക്ഷനിൽ ഇട്ടിരുന്നാൽ മതി. അപ്പൊ മനുവിന്റെ ഒരുപാട് ലോഗുകളും നിങ്ങൾക്ക് മനുവിന്റെ ഒരുപാട് ബ്ലോഗുകളൊക്കെ വായിക്കാനൊക്കെ പറ്റും ഈ ഇതിനെ പറ്റിയിട്ട്. അതായത് പുള്ളിയുടെ ഒരു എന്താ പറയുക റുട്ടീൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റെഗുലറായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റുകൾ കാണാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക്സ് കാര്യങ്ങളെല്ലാം പുള്ളി ഷെയർ ചെയ്ത് തരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ വാറണ്ടി കഴിഞ്ഞ വണ്ടികൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന മനുവിൻ്റെ വണ്ടിയാണ്. 1,60,000 വാറണ്ടി എങ്കിലും 1,70,000 എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഫിഗറാണ് അല്ലേ ഗോവിന്ദ? 1,70,000 എന്ന് പറഞ്ഞാൽ അതെ അതെ. അപ്പോൾ ഇതിനിടയിൽ മനുവിന് ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് മേ ബി ബാറ്ററി പോലെയുള്ള മേജർ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഇഷ്യൂസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും എല്ലാവർക്കും താല്പര്യമുള്ളത് ബാറ്ററിയുടെ കാര്യമായിരിക്കും. സോ ബാറ്ററിയുടെ ഇഷ്യൂ ഒരു തവണ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 85,000 കിലോമീറ്ററിനടുത്ത് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറഞ്ഞ പെർസെൻറ്റേജിലേക്ക് പോകുന്ന സമയത്ത് ലിംബ് മോഡ് വരുന്നു. ലിംബ് മോഡ് 10% നോർമലി വരണ്ടേ, എനിക്ക് 11-12% വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 10% താഴെ പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് നോർമലി നമ്മൾ ഓടിക്കുന്ന ഡ്രൈവ് മോഡിലാണ്. സോ അതിൽ നിന്ന് ന്യൂട്രലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രശ്നം വന്നിട്ടുണ്ട്. സോ അത് കംപ്ലൈൻറ്റ് കൊടുത്തു. അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉടനെ തന്നെ അവർ ബാറ്ററി മാറ്റി തന്നു, റീപ്ലേസ് ചെയ്ത് തന്നു. റീപ്ലേസ് ചെയ്ത ബാറ്ററി റീഫർബിഷ്ഡ് ബാറ്ററി ആയിരുന്നു. ഏതാണ്ട് 1% SOHന് വേരിയേഷൻ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ബാറ്ററി 94% ആയിരുന്നു. അത് എനിക്ക് തിരിച്ചു തന്ന ബാറ്ററി പാക്കിന് 95% ആയിരുന്നു. ഓക്കെ, നമ്മുടെ അതേ ഒരു ഏകദേശം ഒരു SOH ഉള്ള ബാറ്ററി തന്നെ നമുക്ക് റീഫർബിഷ്ഡ് കിട്ടുന്നു അല്ലേ? അതെ അതെ, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഏതാണ്ട് സെയിം ആയിരുന്നു. ഇതിന് പൈസ ഒന്നും ആയിട്ടില്ല, വാറന്റിയിലാണ്. ഇതിന് എത്ര ദിവസത്തെ ഇത് വന്നിട്ടുണ്ടാവും നമുക്ക്? ഇത് ആക്ച്വലി അവരുടെ അവിടെ ബാറ്ററി ഇല്ലായിരുന്നു. ഞാൻ കൊടുത്ത സ്ഥലത്ത് ബാറ്ററി അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ അവൈലബിൾ ആയിരുന്നത് അടുത്ത് കൊല്ലത്തെ മുറ്റൂത്തിലാണ്. അത് അവർ തന്നെ അവിടെ കൊണ്ടുവന്ന് ചേഞ്ച് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. ഏതാണ്ട് 3-4 ദിവസം എടുത്തു. അവിടെ സ്പെയർ ബാറ്ററി ഉണ്ടായിരുന്നോണ്ട് മാത്രമാണ് അങ്ങനെ നടന്നത്. അതല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സമയം എടുത്തേനെ. പലർക്കും 1 മാസം വരെയൊക്കെ എടുത്തിട്ടുള്ള കേസസ് ഒക്കെ ഉണ്ട്.
ഇത് എത്ര കിലോമീറ്റർ ഓടിയതിനു ശേഷമാണ് ഈ ഒരു ബാറ്ററി ഇഷ്യൂ വന്നേക്കുന്നത്? ഫസ്റ്റ് വന്നത് 85,000-നാണ്. 85,000 കിലോമീറ്റർ. 85,000. അപ്പൊ അതുവരെ വേറെ മേജർ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല? അതുവരെ ഇഷ്യൂസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ പറയുന്ന പോലെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുമല്ല. അത്യാവശ്യം നല്ല നീളത്തിൽ ഉള്ള കാര്യങ്ങൾ. ബഗ്ഗുകളാണോ മെയിനായിട്ട് വരുന്നത്? ബഗ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചാർജിങ് ഗൺ അൺലോക്ക് ആവുന്നതിന്റെ പ്രശ്നമാണ്. അതൊരു വലിയ ഇഷ്യൂ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ച്വേറ്റർ, ചാർജിങ് ഗണ്ണ് ലോക്ക് ചെയ്യുന്ന ആക്ച്വേറ്ററിന്റെ അത് വണ്ടി എടുത്ത് ഉടനെ തന്നെ ഏതാണ്ട് 1.5-2 മാസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് വന്നു. എൻ്റെ വണ്ടിക്കകത്ത് ഏതാണ്ട് 6 തവണ ചാർജിങ് ഗൺ ആക്ച്വേറ്റർ ഇത് മാറ്റിയിട്ടുണ്ട്. 7ാമത്തെ വാറണ്ടിയിലാണ്, അത് വാറണ്ടിയിലാണ് മാറ്റിയത് 3 വർഷത്തിനകത്ത്. പിന്നെ 7ാമത് വാങ്ങിച്ചത് വാറണ്ടിക്ക് പുറത്താണ്. അതിന് ഏതാണ്ട് 7,000-8,000 രൂപ ആ റേഞ്ചിൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഹാർഡ്വെയർ റിലേറ്റഡ് ഇഷ്യൂസ് അല്ലേ? അതെ, ഹാർഡ്വെയറിൽ ഇവി ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്. അതല്ലാതെ ഇഷ്യൂസ് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം, അതാണ് ബെറ്റർ. ഓക്കെ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വണ്ടിയുടെ? 1,70,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഉള്ളൊരവസ്ഥ. ഓക്കെ. ഇപ്പോൾ 1,60,000 കഴിഞ്ഞ് 68,000 കിലോമീറ്ററൊക്കെ ആയ സമയത്ത് എനിക്കൊരു മെയിൻ ഇഷ്യൂ വന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കലായിട്ട് കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഞാൻ സർവീസ് സെൻ്ററിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇൻസുലേഷൻ കുറവാണ്, ഇൻസുലേഷൻ വാല്യൂ കുറവാണ്. സോ അതുകൊണ്ട് വെള്ളം കയറിയതാകാം എന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് അവർ കൺഫേം ചെയ്ത് പറഞ്ഞു അകത്ത് വെള്ളം കയറിയിട്ടുണ്ടെന്ന്. ഈ IP67 റേറ്റഡ് ബാറ്ററിക്കകത്ത് എങ്ങനെയാണ് വെള്ളം കയറുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ വെള്ളക്കെട്ടിക്കൂടെ ഒന്നും ഓടിച്ചിട്ടില്ല, വേറെ ഒരു ഇതുമില്ല. സോ അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് വെള്ളം കയറുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതൊരു മെയിലിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം ഉണ്ടെന്നുള്ളത്. സോ അത് കഴിഞ്ഞ് ഏതാണ്ട് അതിൻ്റെ റെസ്പോൺസും അത് ഇനിയുള്ള ഫർദർ പ്രൊസീഡിങ്സ് എന്താണെന്നുള്ളത് ചോദിച്ചറിയാനായിട്ട് ഏകദേശം 21 ദിവസത്തോളം വണ്ടി അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം റിപ്ലൈ ഒന്നും ഫുള്ള് വരാത്തത് കൊണ്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എററൊന്നും ഇല്ലായിരുന്നു. അവർ ക്ലീൻ ചെയ്തതാണോ എന്താണെന്ന് അറിയത്തില്ല, എററൊന്നും ഇല്ലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ലിംബ് മോഡ് വരുന്നുണ്ട്, പക്ഷേ എങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഇപ്പോഴും ഓടിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ആയിട്ടില്ല. അതിന് പ്രൊസീഡ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ഒബ്വിയസ്ലി 1,60,000 കിലോമീറ്റർ ഓടി എന്ന് പറയുമ്പോൾ ആദ്യം സാധാരണക്കാരുടെ ചോദ്യം വരാൻ പോകണമെന്ന് വെച്ചാൽ അപ്പോൾ ഓൾറെഡി മുടക്കിയ പൈസ തിരിച്ച് പിടിച്ച് കാണുമല്ലോ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും. അതായത് ഇപ്പോൾ എന്തായാലും ഒരു ഇലക്ട്രിക് വാഹനം എടുക്കുമ്പോൾ നമുക്ക് പെട്രോൾ വാഹനത്തെക്കാളും വില കൂടുതലായിരിക്കും, പക്ഷേ റണ്ണിങ് കോസ്റ്റാണ് എല്ലാവരുടെയും മെയിൻ. അപ്പോൾ അതിനോട് എന്താണ് അഭിപ്രായം? ഇപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയാലും ചിലപ്പോൾ ആളുകൾ പറയും 1,60,000 ഓടിയല്ലോ, ഇപ്പോൾ തന്നെ എന്തായാലും പെട്രോൾ വണ്ടിയെ സംബന്ധിച്ച് വെച്ച് നോക്കിയാൽ ഒരു 10-11 ലക്ഷം രൂപ ലാഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി വെർത്തല്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു ഉത്തരവാണ്. എനിക്കത് ഇതിനകത്ത് ചുരുക്കി പറയാൻ ഒക്കുമോയെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, വണ്ടി വാങ്ങിക്കുന്നവർ കോസ്റ്റ് എഫക്റ്റീവ്നെസ് മാത്രം നോക്കി, ആ ഒരൊറ്റ പോയിന്റ് മാത്രം നോക്കി വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ അതിന് മുമ്പേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം അതുകൊണ്ട് എന്തുമാത്രം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന്. അത് നമ്മളിപ്പോൾ ഒരു ചാനലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റിവ്യൂ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്താണ് ചെയ്യുക? നെക്സോൺ എടുക്കും, അതിൻ്റെ ഐസ് വേരിയൻ്റ് എടുക്കും, കമ്പയർ ചെയ്യും, അത് പറയും. അതാണ് ശരി, അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ തന്നെയാണ് റിവ്യൂ ചെയ്യുന്നവരും എല്ലാവരും ചെയ്യേണ്ടത്. കാരണം നമുക്ക് ആപ്പിൾ ടു ആപ്പിൾ ആയിട്ടേ കമ്പയർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. പക്ഷേ ഒരു ചെറിയ പ്രശ്നം വരുന്നത്, ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരാൾ പർട്ടിക്കുലർ പേഴ്സണെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ EV എടുക്കാൻ പോകുമ്പോൾ മിക്കപ്പോഴും എടുക്കുന്നത് വേറെ ഒരു വണ്ടി, EV ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വണ്ടിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി എടുക്കത്തേ ഇല്ലായിരിക്കാം. സോ അങ്ങനെയുള്ള ഒരാളുടെ കാര്യം കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഏത് വണ്ടിയാണോ ഇതല്ലെങ്കിൽ എടുക്കാൻ പോകുന്നത് ആ വണ്ടി വളരെ വൈറ്റലായിട്ടുള്ള സംഗതിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു നെക്സോൺ EV എടുക്കുന്ന ഒരു 15 ലക്ഷമോ 16 ലക്ഷമോ എടുത്തൊരു നെക്സോൺ EV എടുക്കുന്ന സമയത്ത് നിങ്ങളത് ഇല്ലായിരുന്നെങ്കിൽ, EV ഇല്ലായിരുന്നെങ്കിൽ എടുക്കാൻ പോകുന്ന ഒരു 20-25 ലക്ഷം രൂപയുടെ വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കുമ്പോൾ തന്നെ ലാഭമാണ്. കാരണം ഏതാണ്ട് 5 ലക്ഷം 10 ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങളുടെ അപ്പം തന്നെ പൈസ വരും. കാരണം ആ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം, പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ഈ റണ്ണിങ് കോസ്റ്റിലുള്ള ബെനിഫിറ്റ് വരുന്നത്. പക്ഷേ അതല്ലാതെ നിങ്ങളിപ്പോൾ ഈ നെക്സോൺ എടുക്കുന്നതിന് പകരം നിങ്ങൾ അതിനെക്കാട്ടിയും കുറഞ്ഞൊരു വണ്ടിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ
ആ എത്ര എക്സ്പെൻസ് ആണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പോകുന്നത് അത് കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ കോസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഇനിഷ്യൽ എക്സ്പെൻസിൻ്റെ കാര്യം കൺസിഡർ ചെയ്തിരിക്കണം. പിന്നെ രണ്ടാമത് മെയിനായിട്ട് വരുന്ന സംഗതി, നിങ്ങളുടെ ഏത് റേഞ്ചിലാണോ നിങ്ങൾ വണ്ടി എടുക്കുന്നത് ആ റേഞ്ചിലുള്ള EV. ഇപ്പോൾ ഞാൻ വണ്ടി എടുത്ത സമയത്ത് നെക്സോൺ EV അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് കൂടാതെ ടിയാഗോ അവൈലബിൾ ആണ്, കോമറ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാം. ഉദാഹരണത്തിന് ആൾട്ടോ എടുക്കുന്ന ഒരാൾ ടിയാഗോയിലേക്ക് പോകുമ്പോൾ അത്രയും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അതല്ല നിങ്ങൾ എക്സ്പ്രസോയോ അല്ലെങ്കിൽ സെലീറിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ EV എടുക്കാൻ ഏതാണോ ഉദ്ദേശിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വണ്ടി എടുക്കുമോ അതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇനിഷ്യൽ എക്സ്പെൻസിന് എന്തുമാത്രം വേരിയേഷൻ വരുന്നുണ്ടെന്ന് അപ്പം തന്നെ അറിയാൻ നോക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എത്ര കിലോമീറ്റർ ഇതുകൊണ്ട് ഓടുമെന്നുള്ളത് കൺസിഡർ ചെയ്യുക. ആ ഓടുന്ന കൺസിഡറേഷനകത്ത് നിങ്ങൾക്ക് എടുക്കാവുന്ന സംഗതിയാണ് അത്രയും കിലോമീറ്റർ കഴിയുമ്പോൾ ആ വണ്ടിക്ക് ഇപ്പോൾ ഉള്ള ഐസ് വണ്ടി ആണെങ്കിൽ എന്തുമാത്രം റീസെയിൽ കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അതേ സംഗതി EV ആകുമ്പോൾ റീസെയിൽ വാല്യൂ നല്ലപോലെ കുറയും. ഞാൻ വണ്ടി എടുത്ത സമയത്ത് റീസെയിൽ കിട്ടൂല എന്ന് വിചാരിച്ചാണ് വണ്ടി എടുത്തത്. അതിന് മെയിൻ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് EV കുറവാണ്. ഇപ്പോഴാണെങ്കിലും EVയുടെ മൊത്തത്തിലുള്ള മാർക്കറ്റ് ഇത് ഷെയർ വെച്ച് നോക്കുകയാണെങ്കിൽ EVയുടെ നമ്പർ ഓഫ് EV മോഡൽസ് കുറവാണ്. ഇനി മേ ബി ഒരു 3-4 വർഷത്തിനുള്ളിൽ ഇഷ്ടംപോലെ EV മോഡൽസ് വരാൻ ചാൻസ് ഉണ്ട്, അതും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ. സോ അങ്ങനെ EVs വരുന്ന സമയത്ത് മേ ബി പ്രൈസ് വീണ്ടും ആ സമയത്ത് നമ്മൾ വലിയൊരു വിലയുള്ള വണ്ടി വിൽക്കാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു EVയെക്കാട്ടിയും വില കുറവേ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് റീസെയിൽ കിട്ടൂല എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തിരിക്കും. സോ അപ്പോൾ റീസെയിൽ എത്ര രൂപ നിങ്ങളുടെ നോർമൽ ഐസ് വണ്ടിക്ക് എത്ര റീസെയിൽ കിട്ടുമോ ആ എമൗണ്ടും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടും. നിങ്ങൾ ആദ്യമേ എക്സ്ട്രാ മുടക്കേണ്ടി വന്ന എമൗണ്ടിൻ്റെ കൂടെ ഈ റീസെയിലും കൂടെ കൺസിഡർ ചെയ്യുക. സോ ഈ 2 എമൗണ്ടും കൂടെ നിങ്ങൾ എപ്പോൾ ക്രോസ് ചെയ്യാൻ വെക്കുന്നോ അപ്പോൾ തൊട്ടേ നിങ്ങൾക്ക് ആക്ച്വലി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതത്ര ശരിയല്ല പറയുന്നത്. കാരണം ഞാൻ ഈ വണ്ടി എടുത്തില്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ എടുക്കുന്ന വണ്ടി വളരെ കുറഞ്ഞ ഒരു വണ്ടിയാണ്. സോ അതുകൊണ്ട് എനിക്കത് എൻ്റെ കേസിൽ അത് കമ്പയർ ചെയ്യുന്നത് വലിയ കാര്യമില്ല. ഞാൻ ആക്ച്വലി ടെക്നോളജിയുടെ ഒരു ബെനിഫിറ്റ് പിന്നെ പൊല്യൂഷൻ ഇതുപോലത്തെ സംഗതികളൊക്കെ കൊണ്ടാണ് വണ്ടി എടുത്തത്. സോ അതുകൊണ്ട് എനിക്ക് റണ്ണിങ് കോസ്റ്റ് കുറവ് ഒബ്വിയസ്ലി ഒരു ഫാക്ടർ ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കി കളയാം എന്നുള്ള വലിയൊരു ഫീഗർ ഇതൊന്നും വന്നില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ പക്ഷേ ലാഭം മാത്രം നോക്കിയെടുക്കുന്നവർ ഇതെല്ലാം കൺസിഡർ ചെയ്യണം. ലാഭം മാത്രം നോക്കിയെടുക്കുന്നവർ ലാഭം മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 10-15 പോയിന്റ് കൂടുതലുണ്ട്. അതെല്ലാം നിങ്ങൾ വായിച്ചു മീൻസ് ഞാൻ എഴുതി വെച്ചേക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ പലതും വിട്ടു, അതല്ലെങ്കിൽ നോക്കി വായിക്കുന്നു. സോ അതുകൊണ്ട് അത്യാവശ്യം ലെങ്തിയാണ്. പക്ഷെ നിങ്ങൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ലാഭത്തിൻ്റെ കാര്യം മാത്രം നോക്കി ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന എക്കോസ്പോർട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന മൈലേജ് വളരെ കുറവാണ്. വളരെ കൂടുതലാണ്. ഡീസൽ എക്കോസ്പോർട്ടിന് എനിക്ക് ഏതാണ്ട് 18-19 അന്ന് മൈലേജ് കിട്ടുന്നത്. ഇപ്പോൾ ഈ EVയുടെ യൂസേജ് വന്നു കഴിഞ്ഞപ്പോൾ EV വെച്ച് ഓടിക്കുന്ന രീതിയിൽ ഓടിക്കുമ്പോൾ ഏതാണ്ട് 21-22 കൂടിയാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 1.6 ലക്ഷം കിലോമീറ്റർ ഓടും. 1.6 ലക്ഷത്തിൻ്റെ കാര്യം വേണ്ട, പെർ കിലോമീറ്റർ നോക്കുമ്പോൾ ഇതിന് ഏതാണ്ട് 1.2 1.3 വരുന്ന സ്ഥാനത്ത് മറ്റേതിന് 4.5 വരുന്നു. സോ ഏതാണ്ട് 3-4 രൂപയുടെ ഡിഫറൻസ് ഇതിന് വരുന്നുള്ളൂ. സോ ആ ഒരു രൂപ വെച്ചിട്ട് ഈ പറയുന്ന ലക്ഷത്തിലോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ മെയിൻ്റനൻസിനകത്തൊക്കെ അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്, സർവീസിനകത്ത് ബെനിഫിറ്റ് വന്നിട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല. പക്ഷേ അത് എനിക്ക് 1-to-1 കമ്പയർ ചെയ്യാൻ ഒക്കുമല്ലോ. കാരണം ഈ എക്കോസ്പോർട്ട് യൂസ് ചെയ്തിരുന്നപ്പോൾ ഉള്ള സർവീസ് ഹിസ്റ്ററി ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് 1-to-1 കമ്പയർ ചെയ്യാൻ ഒക്കുന്നില്ല. എങ്കിലും ഏതാണ്ട് ബ്രേക്ക് ഈവൻ ആവുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 1.6 ലക്ഷം കിലോമീറ്റർ വരെ ബ്രേക്ക് ഈവൻ ആവുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ്റനൻസ് വൈസ് നോക്കുമ്പോൾ എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കുറവാണ്. അൺലെസ് ബാറ്ററിക്കൊക്കെ എന്തെങ്കിലും വാറണ്ടി കഴിഞ്ഞിട്ട് വന്നില്ലാന്നുണ്ടെങ്കിൽ കുറവാണ്. വാറണ്ടി പീരീഡിൽ നമ്മൾ എന്തായാലും സേഫ് ആണല്ലേ? വാറണ്ടി പീരീഡിൽ നമുക്ക് വലിയ കൺസേൺ ഇല്ല. പിന്നെ ഇപ്പോൾ ഈ കേസ് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ കേസാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇതേ കേസ് തന്നെ ടിയാഗോ എടുത്തിട്ട് ഒട്ടും മൈലേജ് കിട്ടാത്ത ഒരു 10 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്ന ഒരാൾ, സിറ്റിയിൽ ഓടുന്ന ഒരാളാണെങ്കിൽ ടിയാഗോ എടുക്കുന്നത് അല്ലെങ്കിൽ കോമറ്റ് എടുക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വാറണ്ടി പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ 2 വണ്ടി വാങ്ങിക്കാനുള്ള ലാഭം ചിലപ്പോൾ പുള്ളിക്ക്. സോ അതെന്ന് പറഞ്ഞാൽ പ്യുവർലി നിങ്ങളുടെ യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം. അല്ല, ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ
റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ടാണ് എടുക്കണതെന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കാനാണെങ്കിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു ബെറ്റർ ഈ ടിയാഗോയുടെ ഒക്കെ റേഞ്ചിൽ വരുന്ന ഇലക്ട്രിക് വാഹനമല്ലേ എപ്പോഴും ബെറ്റർ. അതായിരിക്കും. നിങ്ങൾ ആ റേഞ്ചിലുള്ള വണ്ടിയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ വണ്ടിക്ക് മൈലേജ് വളരെ കുറവ് കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾ ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ് വണ്ടി മാറ്റണമെന്ന് വെച്ചാൽ തന്നെ ഇപ്പോൾ ടിയാഗോ ഒക്കെ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ ടിയാഗോയിലേക്കായിരിക്കും പോകുന്നത്. ആ റേഞ്ച് വേറെ വണ്ടിയൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. ഏതെങ്കിലും വരുവാണെങ്കിൽ അപ്പോൾ അത് ആലോചിക്കും. വേറെ പ്രശ്നങ്ങളും സർവീസ് സംഗതികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്, ബട്ട് സ്റ്റിൽ വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ജനറലി ഇപ്പോൾ മനു ഒരുപാട് ടാറ്റ യൂസേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഫീഡ്ബാക്ക് സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട്. ജനറലി മൊത്തത്തിൽ ടാറ്റ വെഹിക്കിൾസ് യൂസ് ചെയ്യണവരുടെ അനുഭവങ്ങൾ, അതായത് കംപ്ലൈൻറ്റുകളുടെ ഫ്രീക്വൻസി എങ്ങനെയാണ്? ഏത് വാഹനം എടുത്താലും ഇപ്പോൾ ഇഷ്യൂ ഒന്നും ഇല്ലാതെ കൊണ്ടുപോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മളെ കൺസേൺ ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ ഈ വലിയ വലിയ ഇഷ്യൂസാണ്. അപ്പോൾ ഈ ബാറ്ററി ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് എത്ര ഓഫണായിട്ട് വരുന്നുണ്ട്? അതായത് ബാറ്ററിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കത് ജനറലൈസ് ചെയ്ത് പറയാൻ നോക്കില്ല. പക്ഷെ ഞാൻ കാണാറുള്ള മിക്കവാറും 1 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ ഓടിയിട്ടുള്ള കൂടുതൽ ആൾക്കാർക്കും ബാറ്ററി മാറ്റി വയ്ക്കേണ്ട ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. പക്ഷേ അതേസമയം പോസിറ്റീവായിട്ട് പറയാനാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള 2 ലക്ഷത്തിന് മുകളിൽ ഓടിയിട്ടുള്ള 2 പേരെ ഈ വാട്സാപ്പ് വഴിയുള്ള കോൺടാക്റ്റൊക്കെ ഉള്ളൂ, വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല. 2 പേരുടെ ഇൻഫർമേഷൻ വെച്ചിട്ട് അവർക്ക് 2 പേർക്കും ബാറ്ററി പാക്ക് ഇതുവരെ മാറേണ്ടി വന്നിട്ടില്ല. അതാണ് പോസിറ്റീവായിട്ടുള്ളത്. പക്ഷേ നെഗറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കേരളത്തിൽ തന്നെ കാണുന്നുണ്ട് ഈ ബാറ്ററി പാക്ക് മാറ്റി വയ്ക്കുന്നത്. പിന്നെ പലരും ഈ ഇഷ്യൂ ഇത്രയും കിലോമീറ്ററൊക്കെ ഓടിയാലും അറിയുന്നില്ല. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ എപ്പോഴും 20% 100% ആക്കി ഓടുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇഷ്യൂ വന്നാൽ 20 താഴേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കാന്നുള്ള ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ്. ശരി, അത് ആക്ച്വലി ഇച്ചിരി റിസ്കി ചെയ്താണ്. പക്ഷേ എങ്കിലും നമ്മൾ ആക്ച്വലി 20% ഓടിക്കാതെ വെക്കുന്നത് എന്താ, ഒരു എമർജൻസി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പർപ്പസ് സർവ് ചെയ്യുന്നില്ലെങ്കിൽ അതിനകത്ത് വലിയ അപ്പോൾ ഒരുപാട് പേര് പറയുന്ന പോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും പലരും ശ്രദ്ധിക്കാതെ പോകും, ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അത് പക്ഷേ അവരുടെ യൂസ് കേസ് അങ്ങനെയാണ്. അവർക്ക് കുറേ നാൾ ഓടിക്കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ ഓടിക്കാൻ ഒക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവരുടെ യൂസ് കേസ് അതാണ്, പ്രശ്നമില്ല. പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ അത് കൂടിക്കൂടി 20%-ലും പ്രശ്നമായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. കൂടുതലും കണ്ടിട്ടുള്ള ഒരു 30% വരെ, 30 അല്ലെങ്കിൽ 40% താഴെ കൊണ്ടുവരാത്ത ആൾക്കാർ ഒരു എമർജൻസി വരുമ്പോൾ 20% കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നം കുറേ കണ്ടിട്ടുള്ളത്. അത് പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരുടെ കേസാണ്. മീൻസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വന്നിട്ടുള്ള ആൾക്കാരുടെ കേസാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലാതെ ഓവറോൾ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേരിയേഷൻസ് കാണും. അത് ഈ സർവേയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കിയതിന് ശേഷമേ പറയാനുള്ളൂ. പിന്നെ അപ്പോൾ ഇപ്പോൾ ഇത്ര അനുഭവമായി. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഫുള്ളി പോസിറ്റീവ് അല്ല, എന്തായാലും ഇപ്പോൾ പറയുന്ന പോലെ എല്ലാം നമ്മൾ റിയാലിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂസ്, ഇപ്പോൾ ചാർജർ അൺലോക്ക് ആവാത്ത ഇഷ്യൂ, ബാറ്ററി ഒരു തവണ ഓൾറെഡി റീപ്ലേസ് ചെയ്തു, രണ്ടാമത്തെ ബാറ്ററിയിൽ വെള്ളം കയറിയ ഇഷ്യൂ, കാര്യങ്ങളൊക്കെ വന്ന് ഇനിയിപ്പോൾ ടാറ്റയുടെ ഒരു വാഹനം റെക്കമെൻഡ് ചെയ്യുമോ അറിയില്ല ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എന്താണ് ഒരു പറയാനുള്ളത്? പേഴ്സണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയ്ക്കകത്ത് ഇഷ്യൂസ് ഉണ്ട്. സോ അപ്പോൾ ഈ ഇഷ്യൂസ് അതാ പറയുന്നത്, ഈ EV വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഇഷ്യൂസും സംഗതികളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിനകത്ത് പോവാം. പുതിയൊരു ടെക്നോളജി ആകുമ്പോൾ എന്തായാലും അത് റിലേറ്റഡ് പ്രശ്നങ്ങളും സംഗതികളും ഒക്കെ കാണും. സോ ആ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പോവുക. എനിക്കിതിനകത്ത് ഏറ്റവും വലിയ കൺസേൺ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഹൈ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെടാത്ത പ്രശ്നത്തിന് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലോർ മാറ്റ് വെള്ളം കയറുന്ന പ്രശ്നം, AC-യുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം, അതിന് ഏതാണ്ട് 5-6 തവണ ഞാൻ ഇതിനകം കയറിയിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. ഒരുപാട് തവണ സർവീസ് സെന്ററിൽ വന്നിട്ടുണ്ട്. അതായത് ഈ 1.4 ലക്ഷം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.4 വരെ ഞാൻ ലോഗ് ചെയ്തേക്കുന്നത്. 1.4 ലക്ഷം കിലോമീറ്ററിനകത്ത് നോർമൽ റുട്ടീൻ സർവീസ് എന്ന് പറഞ്ഞാൽ 20 തവണ എനിക്ക് സർവീസ് സെൻറ്ററിൽ പോയാൽ മതി, റുട്ടീനായിട്ടുള്ളത്. പക്ഷേ എനിക്ക് 60 തവണ കൂടുതൽ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ നേരത്തെ പോയി സർവീസ് സെൻറ്ററിൽ വണ്ടി ഏൽപ്പിച്ചിട്ട് ഓഫീസിൽ കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ എടുത്തിട്ട് പോകാമെന്നുള്ളതുകൊണ്ട് പലപ്പോഴും അത് വലിയൊരു ഇൻകൺവീനിയൻസ് അല്ല. പക്ഷേ എങ്കിലും ചില സമയത്തൊക്കെ രാവിലെ പോയി ഇരുന്നിട്ട് വണ്ടി സർവീസ് ചെയ്ത് തിരിച്ചെടുക്കാൻ പോയിട്ട് ഞാൻ തിരിച്ചിറങ്ങുന്നത് ചിലപ്പോൾ വൈകുന്നേരം 6 മണിക്കൊക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസും വന്നിട്ടുണ്ട്. സോ അത് ഈ പറഞ്ഞ പോലെ ഈ ടാറ്റ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂസറിനെ ഡിപ്പെൻഡ് ചെയ്തു. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഈ പ്രൈസ് റേഞ്ച് ഇപ്പോൾ എടുക്കാൻ വേറെ വണ്ടിയില്ല. സോ അപ്പം നിങ്ങൾക്കിതൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നുകയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെങ്കിൽ. ഇപ്പം ഞാനാണെങ്കിലും ഇനി അടുത്ത് ഇനിയിപ്പോൾ ടിയാഗോയെ ഇപ്പോൾ എടുക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ടിയാഗോയെ നോക്കാനൊക്കത്തുള്ളൂ. ഞാൻ എടുത്ത സമയത്ത് ടിയാഗോ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ടിയാഗോയെ എടുക്കത്തുള്ളൂ. അത് ഞാൻ ചോദിക്കാൻ വന്നു, ഇനി ഇപ്പോൾ ഒരു വണ്ടി എടുക്കാം ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഏത് വണ്ടി എടുക്കാം?
അതായത് ഡിപ്പെൻഡിങ് ഓൺ ബഡ്ജറ്റ്. ഇപ്പോൾ മനുവിൻ്റെ കയ്യിലൊരു 15 lakhs ബഡ്ജറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മനു ഇപ്പോൾ ഇനിയിപ്പോൾ പെട്രോളിലോട്ട് പോകും, അത് വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല. ഇപ്പോൾ ഇനി ആക്ച്വലി ഇപ്പോൾ സർവേയും പലയിടത്തും ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ പെട്രോളിലോട്ട് പോകുന്നതിൻ്റെ കാര്യം. അതെനിക്ക് അറിയത്തില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. മേ ബി അത്ര ഇഷ്യൂസ് വന്നിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഞാൻ ഈ ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരും ഇപ്പോഴും EV യൂസ് ചെയ്യുന്നു. പക്ഷേ EVയിലേക്ക് വന്നിട്ട് വണ്ടി വിറ്റിട്ട് പോയ ആൾക്കാരെ ഒന്നും നമ്മൾ കാണുന്ന പോലും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ ഈ പ്രശ്നം വന്നപ്പോൾ പോളൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 90% മുകളിലുള്ള ആൾക്കാരും EV തന്നെ കണ്ടിന്യൂ. പിന്നെ ബാക്കിയുള്ളതിനും ഐസിലേക്ക് പോകുന്ന ആൾക്കാർ വളരെ ഹൈബ്രിഡ് നോക്കാനോ അങ്ങനെയൊക്കെയുള്ള കേസസ് ആണ് കൂടുതലും പറയാറുള്ളത്, അതല്ലാതെ ആരും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 15 lakh ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഏത് വണ്ടി എടുക്കുക ഇലക്ട്രിക്? ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് ടിയാഗോ ധാരാളമാണ്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ കുറച്ചുകൂടെ ഒരു വേറെ കമ്പനിക്കാർ ആരെങ്കിലും ഈ പ്രൈസ് റേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് കൺസിഡർ. അതല്ല ഇപ്പോൾ ഒരു 20 lakhs ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എങ്കിലും ഞാനിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിയാഗോ, കാരണം എൻ്റെ യൂസിന് അത് ധാരാളം മതി, പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. വേറെ പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനുണ്ടോ? നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? പറയുന്ന പോലെ ഞാൻ ചോദിക്കട്ടെ, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും പറയും. ഇഷ്ടപ്പെട്ട കാര്യം കംഫേർട്ട്, ഓടിക്കാനുള്ള കംഫേർട്ട് വളരെ. ഞാൻ ഭൂരിഭാഗം യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന പോലെ നെക്സോണിൻ്റെ പെട്രോൾ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ നെക്സോണിൻ്റെ ഇലക്ട്രിക് എടുത്ത് കമ്പയർ ചെയ്യും എല്ലാവരും, പ്രൈസ് കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യും. ആരും ഈ ഇലക്ട്രിക് വാഹനങ്ങളെ കംഫേർട്ടിനെ പറ്റി സംസാരിച്ച് കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഓക്കെ, കംഫേർട്ട് എന്ന് പറയുന്ന ഒരു മെയിൻ പോയിന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓടിക്കാൻ നമുക്ക് ഡെയിലി ഡ്രൈവ് ചെയ്യാൻ ഒക്കില്ല 1 കിലോമീറ്ററിനപ്പുറം. മറ്റേതിനകത്ത് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഒരു സൈഡ് പോസിറ്റീവിലാണ് നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേതിനകത്ത് ഗിയർ ഷിഫ്റ്റിങ്, AMT എന്നൊക്കെ പറഞ്ഞ ഓട്ടോമാറ്റിക് എന്ന് പറയുമെങ്കിലും അത് പ്രോപ്പർ ഓട്ടോമാറ്റിക് അല്ല, അത് അത്രയ്ക്ക് സ്മൂത്തോ കാര്യങ്ങളോ ഒന്നും. ഇതിനകത്ത് നമ്മൾ ആക്ച്വലി ഏത് ഗിയറിലാണ് എന്താണെന്നൊന്നും നോക്കണ്ട, നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറി പോകും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കയറ്റത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ വേരിയേഷൻസ് വരാം. പക്ഷേ എങ്കിലും കയറ്റത്തിലാണെങ്കിൽ പോലും ഒരു സാധാരണ ഐസ് വണ്ടിയെക്കാട്ടിയും ചൂന്ന് പറഞ്ഞ് കയറിപ്പോണ്ട്. റേഞ്ച് ഒക്കെ എങ്ങനെ കിട്ടുന്നുണ്ട്? റേഞ്ച് എനിക്ക് ആദ്യ വണ്ടി എടുത്ത സമയത്ത് ഒരു 200, ഞാൻ അന്ന് തൊട്ടേ 200 പ്ലാൻ ചെയ്യാറുള്ളൂ. ഇപ്പോഴും 200 പ്ലാൻ ചെയ്താൽ പോകുന്നത്. പിന്നെ ലോങ് ഡ്രൈവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 100, നേരത്തെയൊക്കെ 150, 160 ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും 120, 130 ആകുമ്പോഴത്തേക്കും ചാർജിങ് സ്റ്റേഷൻ നോക്കേണ്ടി വരാറുണ്ട്. അത് ഡിപ്പെൻസാണ്, ടെറൈനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ റേഞ്ച് കൂടിയ വണ്ടികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ ഫാസ്റ്റർ ചാർജിങ്ങും കൂടെ വരുന്നതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ചാർജിങ്ങിന് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കുറവ് മതി, പിന്നെ സ്പീഡ് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ കർവിൻ്റെ കാര്യം എനിക്ക് പറയാൻ അറിയത്തില്ല, കാരണം ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, വണ്ടി കണ്ടിട്ട് പോലുമില്ല. പക്ഷേ എങ്കിലും അതിനൊരു 500 സംതിങ്ങാണ് പറയുന്നത്. അതിനൊരു 250, 300 കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നേരാവണ്ണം കാലുകൊടുത്ത് പോകുമ്പോൾ ഒരു 300 കിലോമീറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ 300-നകത്ത് 250 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ചാർജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ചാർജ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പോകാം. സോ അതുകൊണ്ട് വലിയൊരു ഇഷ്യൂ മീൻസ് ലോങ് റേഞ്ച് വണ്ടികൾ വരുമ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട്. ലോങ് റേഞ്ച് മാത്രമല്ല, അതിൻ്റെ കൂടെ ഫാസ്റ്റർ ചാർജിങ്ങും കൂടെ ആയിരിക്കണം, എങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ് കിട്ടും. പിന്നെ വേറെ പറയാനായിട്ട് ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് തന്നെ ഓക്കെ, നമ്മൾ ഇഷ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ബാറ്ററിയുടെ കോസ്റ്റിൻ്റെ കാര്യമോ സംഗതികളോ ഒന്നും ബാറ്ററി കോസ്റ്റ് അത് വിട്ടുപോയൊരു കാര്യമാണ്. അത് ആക്ച്വലി മെയിൻലി വിട്ടുപോയത് ഞാനും ചോദിക്കാനിരിക്കായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ പലരും ഒരു വണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ പുതിയ വണ്ടി ലോഞ്ച് ആയി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം കമൻറ്റ് സെക്ഷനിൽ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ എത്ര രൂപ വരും എന്നുള്ളതാണ് ആദ്യ ആളുകളുടെ കൺസേൺ, ഭൂരിഭാഗം ആളുകളുടെ. അത് ആക്ച്വലി എൻ്റെ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ഇക്കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബാറ്ററിക്ക് എന്ത് കോസ്റ്റ് ആവും, റീപ്ലേസ് ചെയ്യുന്നതിന് എങ്ങനെയാണ് പ്രൊസീജിയർ എന്നൊക്കെ. പക്ഷേ ഇതിനകത്തുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ്ററി റിപ്പയർ ചെയ്യാൻ വെക്കുന്നത്, ബാറ്ററി എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് മാത്രമല്ല റിപ്പയർ ചെയ്യാൻ വെക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 85,000 ഞാൻ കിലോമീറ്ററിന് മാറിയ ബാറ്ററി പാക്ക് ഇപ്പോഴും ഞാൻ ഇപ്പോൾ 1,60,73,000 കിലോമീറ്റർ ആയിട്ടും അതിന് ബാറ്ററി സംബന്ധമായ പ്രശ്നമൊന്നുമില്ല. വെള്ളം കയറി ഇഷ്യൂ പറയുന്നുണ്ട്, അത് IP67 എങ്ങനെ വെള്ളം കയറിയെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ഇഷ്യൂ അല്ലാതെ വേറെ ഇഷ്യൂസ് ഇല്ല. ഓക്കെ, പക്ഷേ അത് പോസിറ്റീവായിട്ടുള്ളൊരു സംഗതി, കാരണം റിപ്പയർ ചെയ്ത ബാറ്ററി പാക്ക് ആയിട്ട് പോലും ഇപ്പോൾ ഒരു 68,000 കിലോമീറ്ററിനടുത്ത് ഓടാൻ സാധിച്ചു. സോ അത് പോസിറ്റീവായിട്ടുള്ളൊരു സംഗതി.
പക്ഷേ ഈ റിപ്പയർ ചെയ്യാനുള്ള പ്ലാന്റ് ഇപ്പോൾ പൂനെയിലും ബാംഗ്ലൂരും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും പാക്കിങ്ങിനും ഇൻസ്പെക്ഷനും കൂടെ വേണ്ടി മാത്രം ഇപ്പോൾ ഈ വെള്ളം കയറിയ ഇഷ്യൂ വന്നപ്പോൾ എൻ്റെ അങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഏതാണ്ട് 65,000 to 70,000 രൂപയാണ് വരുന്നത്. പിന്നെ അത് അവിടെ ചെന്നിട്ട് ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് റീസീൽ ചെയ്യാനും എല്ലാം കൂടെ എന്തുമാത്രം പൈസ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ഒരു 1-1.25 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വന്നെന്നിരിക്കാം. പിന്നെ അതല്ല, പുതിയ ബാറ്ററി പാക്ക് മാറ്റി വയ്ക്കാനാണെങ്കിൽ 6,85,000 രൂപയാണ് പറയുന്നത്. പ്രൈമിന് 7 ലക്ഷത്തോളം രൂപ. 30.2 കിലോവാട്ട് അവറിന്റെ ബാറ്ററിക്ക് മാക്സ് ആകുമ്പോൾ ഇനി എന്തായാലും അതിൽ കൂടും. ഓക്കെ, ടിയാഗോ ആണെങ്കിൽ കുറയും. ബട്ട് എന്തായാലും ആ ഒരു റേഞ്ച് എനിക്ക് ആക്ച്വലി ആ പ്രൈസിന് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നു. ഫസ്റ്റ്ലി എനിക്ക് പ്രൈസിന് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ പലരും പറയുന്ന പോലെ 8 ലക്ഷം രൂപ 8 കൊല്ലം കഴിയുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അതിനകത്തുള്ള സംഗതി എന്ന് വെച്ചാൽ എനിക്കത് ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ബാറ്ററിക്ക് പ്രൈസ് ഇനി ചിലപ്പോൾ ഭാവി കുറയാമായിരിക്കാം. പക്ഷേ എനിക്കിതിനകത്ത് ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് തോന്നുന്നത് ഈ 6.85 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഈ ബാറ്ററി പാക്ക് ഒരു 4 ലക്ഷം കിലോമീറ്റർ എങ്കിലും ഓടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു 3000 അല്ലെങ്കിൽ ഒരു 2500 ലൈഫ് സൈക്കിളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ഈ പറയുന്ന പോലെ ബാറ്ററി പാക്ക് 4 to 9 അവർ പറയുന്ന 300 കിലോമീറ്റർ വെച്ചിട്ട് 3000 ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ 9 ലക്ഷം കിലോമീറ്റർ. അതൊന്നും വേണ്ട, നമുക്കൊരു 4-5 ലക്ഷം കിലോമീറ്റർ എങ്കിലും ഓടേണ്ടതാണ്. ആ ബാറ്ററി പാക്കാണ് എനിക്ക് 85,000 റീപ്ലേസ് ചെയ്യേണ്ടത്. പലർക്കും 1 ലക്ഷത്തിന് മുമ്പ് പല തവണ മാറ്റാം, ഒരു തവണ ചിലർക്ക് 2 തവണയൊക്കെ മാറ്റേണ്ടി വരുന്നു. സോ ഈ റീഫർബിഷ് ചെയ്ത് വരുന്ന ബാറ്ററി തന്നെ എന്തുമാത്രം ഓടുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. സോ ഇപ്പോഴത്തെ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ റിപ്പയർ ചെയ്ത് കിട്ടുന്ന ബാറ്ററി പാക്കിന് ഏതാണ്ട് 6 മാസം, കിലോമീറ്റർ പറയുന്നില്ല, 6 മാസമാണ് വാറണ്ടി പറയുന്നത്. അത്ര കൊടുക്കുന്നുള്ളൂ. പക്ഷേ 6 മാസം കിലോമീറ്റർ ഇല്ലാതെ 6 മാസം കൊടുക്കുന്നുണ്ട്. സോ നല്ലപോലെ ഓടുന്നവർക്ക് ചിലപ്പോൾ അത് ബെനിഫിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതും എനിക്ക് എത്രത്തോളം പറയാനൊക്കെ, കാരണം എത്ര നാൾ നിൽക്കുമെന്ന് നമുക്കറിയാത്തതുകൊണ്ട് പറയാനറിയത്തില്ല. പുതിയ ബാറ്ററി പാക്കാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ 8 വർഷം അതല്ലെങ്കിൽ 1.6 ലക്ഷം കിലോമീറ്ററാണ് ഒരു വാറണ്ടി പറയുന്നത്. പക്ഷേ ഈ 2 വാറണ്ടിക്കകത്തും സാധാരണഗതി നമ്മളുടെ വണ്ടി ബാറ്ററി പ്രശ്നമായിട്ട് സർവീസ് സെൻ്ററിൽ കിടന്ന് 48 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻ്റ് ഇതുവരെയും ആരും കാണിച്ചിട്ടില്ല. ഒരു 2014 എങ്ങാണ്ടുള്ള ഒരു പേപ്പറാണ് കൂടുതലും കാണാറുള്ളത്. ഇതിനകത്ത് പറയുന്നത് നെക്സോണ് 1,500 രൂപ മറ്റുമാണ്. 1,500 രൂപ ലോണർ കാറിന് വേണ്ടിയിട്ട് ഡീലർഷിപ്പിന് കൊടുക്കും. എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ട് ഇങ്ങനെ വണ്ടി സർവീസ് സെൻ്ററിൽ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തരുന്നതിന് കസ്റ്റമറിന് കൊടുക്കുന്നതിന് പകരം സർവീസ് സെൻ്ററിന് ലോണർ കാർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസ അവർ കൊടുക്കും. ടാറ്റ കൊടുക്കുന്നുണ്ടെന്നാണ് ഈ പേപ്പറിൽ നിന്ന് കണ്ടത്. ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് സർക്കുലർ എന്താണെന്നൊന്നും അറിയത്തില്ല, അതാരും കാണിച്ചിട്ടുമില്ല. ഇനി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടാറ്റ പ്രൊവൈഡ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തായാലും അങ്ങനെ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒന്നീ ലോണർ കാർ കിട്ടും, ലോണർ EV ചോദിച്ചു കഴിഞ്ഞാൽ ലോണർ EV കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ പെർ ഡേ ഇത്ര ദിവസം വണ്ടി കിടന്നു അത്രയും ദിവസത്തേക്ക് ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. പക്ഷേ ഈ പറയുന്ന ബാറ്ററിയുടെ വാറണ്ടിയുടെ കേസിൽ അത് അവൈലബിൾ അല്ല. ബാറ്ററിയുടെ വാറണ്ടിയുടെ കേസിൽ അതായത് നമ്മൾ ബാറ്ററിയുടെ ഈ 1.6 വരെ ചിലപ്പോൾ അവർ കൊടുക്കുമായിരിക്കാം. പക്ഷേ 1.6 കഴിഞ്ഞ് നമ്മൾ റിപ്പയർ ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിലും ആ കിട്ടുന്ന 6 മാസത്തെ വാറണ്ടിയിലാണെങ്കിലും അതല്ലെങ്കിൽ 1.6 ലക്ഷം കിലോമീറ്റർ കിട്ടുന്ന ആ പുതിയ ബാറ്ററി പാക്ക് വാങ്ങിച്ച് വെക്കുന്നതിന് കിട്ടുന്ന വാറണ്ടിയിലാണെങ്കിലും ഈ ഡെയിലി അലവൻസ് അല്ലെങ്കിൽ ഓണർ കാർ അവൈലബിൾ അല്ല. സോ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി ഇപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തു, ഒരു പ്രശ്നം വന്നു, നമുക്ക് വാറണ്ടി പീരീഡിൽ ഒരു പ്രശ്നം വന്നു, നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ടുവന്ന് കൊടുത്തു. അത് നമുക്കിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അത് 1 മാസം എടുക്കുമോ 2 മാസം എടുക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. അത് പിന്നെ അവിടെ സർവീസ് സെൻ്ററിൽ പോയി ശരിയാക്കി തിരിച്ചു വന്ന് അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ വഹിക്കേണ്ടതേ ഉള്ളൂ. വാറണ്ടിയിലായതുകൊണ്ട് അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ വഹിക്കേണ്ടി വരത്തില്ല. പക്ഷേ അത്രയും നാളെ നമ്മൾ എന്ത് ആൾട്ടർനേറ്റീവ് എടുക്കും എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇല്ല. പിന്നെ ഇപ്പോൾ അവരുടെ അടുത്ത് കുറേ സംസാരിച്ചതിന് ശേഷം ലോണർ ബാറ്ററി പാക്ക്, നമ്മുടെ ബാറ്ററി പാക്കിനാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ പകരം വേറൊരു ബാറ്ററി പാക്ക് അവർ വെച്ച് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് റെൻറ്റ് കാണും, പെർ ഡേ 400 രൂപയോ മറ്റോ ആണ് റെൻറ്റ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അതിന് കൂടുകയോ കുറയുമോ എന്നൊന്നും അറിയത്തില്ല. സോ 400 രൂപ പെർ ഡേ എന്ന് പറയുന്നത് നല്ല ഓട്ടം ഉള്ളവർക്ക് ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഓടിക്കായിരിക്കും. പക്ഷേ യൂസേജ് കുറവുള്ളവർക്ക് അതും ഭീകരമായിരിക്കും. അപ്പോൾ ഒരുവിധം പറയാനുള്ള കാര്യങ്ങളെല്ലാം അതെ, ഇതൊക്കെയാണ് ഞാനിത് മെയിൻലി പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടി എടുത്തപ്പോൾ ഒരു 50,000 കിലോമീറ്റർ തൊട്ടേ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഈ ബാറ്ററിയുടെ വാറണ്ടി എങ്ങനെയാണ്, റിപ്പയറിംഗ് പോളിസി എങ്ങനെയാണ്, ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് 1.6 കഴിഞ്ഞൊരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും, ആ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അവരുടെ അടുത്ത് ഗുഡ് വില്ല് ചോദിച്ച് ഈ സാധനം മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യമൊന്നും അറിയത്തില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ ഗുഡ് വില്ല് ചോദിച്ച് ചിലപ്പോൾ മാറി അവർ തരുമെന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു.
ഞാൻ അത് എടുക്കാത്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ഇത് കഴിഞ്ഞ് അതൊക്കെ അറിയേണ്ടത് കൊണ്ട് അതൊക്കെ എല്ലാവരും അറിയേണ്ട കാര്യം. ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു സാധനം വിൽക്കുമ്പോൾ ഞാൻ വണ്ടി എടുത്ത സമയത്ത് അത് പറയാത്തതിന് നമുക്ക് മനസ്സിലാവും. ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ആവുക ആ സമയത്ത് ഇക്കാര്യങ്ങളൊന്നും പറയാത്തത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പക്ഷേ ഈ 4 വർഷം വണ്ടി ഇറങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും പോസ്റ്റ് വാറണ്ടി പോളിസിയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത് അത് ഇച്ചിരി വിഷമകരമായിട്ടുള്ള കാര്യം. ഇപ്പോഴും അവർ അയച്ച മെയിലൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ, അതല്ലാതെ വേറെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ട് പോസ്റ്റ് വാറണ്ടി പോളിസി അത് വേറെ ഏതെങ്കിലും മാനുഫാക്ചർ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നമുക്കിങ്ങനെ ഒരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ മനുവിൻ്റെ ഒരു അനുഭവം കണ്ടല്ലോ. എനിക്കറിയാം മനു ഈ പറയുന്ന പോലെ മുഖം കാണിക്കാൻ പുള്ളിക്ക് ആദ്യം താല്പര്യമില്ലാത്ത കാരണം വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇത് തോന്നും, കാരണം എൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും മിക്കപ്പോഴും. ബട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരുപാട് ഇൻപുട്ട് കാര്യങ്ങൾ അതിൽ നിന്ന് വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പലർക്കും ഇതിൽ നിന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് മനു കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്തു തരുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തിയാണ് എങ്കിൽ പോലും ഇരുന്ന് കാണാം, കാരണം അതിലൊരുപാട് ഇത് മനുവിൻ്റെ അനുഭവമാണ് എങ്കിൽ പോലും മനുവിന് കോൺടാക്റ്റുള്ള ഒരുപാട് യൂസേഴ്സിൻ്റെ ഇൻപുട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്നവരോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നല്ല പോലെ റിസർച്ച് ചെയ്യണം. അതിപ്പോൾ നമ്മൾ പലരും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി പൈസ ലാഭം നോക്കിയിട്ടാണ് എടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ കംപ്ലയിൻറ്റുകൾ അല്ലെങ്കിൽ ഇതിൽ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ ഇതെല്ലാം എക്സിസ്റ്റിംഗ് യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് അറിഞ്ഞതിന് ശേഷം ഇതെല്ലാം നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളൊരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് ഇറങ്ങിയാൽ മതി. കാരണം ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞത് കൊമറ്റാണ്, പിന്നീട് വരുന്ന ടിയാഗോ ആണ്. ഇതിനെല്ലാം തന്നെ ഒരു 12 ലക്ഷത്തോളം വില വരുന്നുണ്ട്. ഈ ഒരു പ്രൈസിന് ആക്ച്വലി നമുക്ക് വേറെ ICE വാഹനങ്ങൾ ഇതിലും നല്ല ഫീച്ചറുകളൊക്കെ ഉള്ളത് കിട്ടും. ബട്ട് ഒരു ഇലക്ട്രിക് വാഹനം പലരും പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഈ പറയുന്ന പോലെ റണ്ണിങ് കോസ്റ്റ് കുറവായതുകൊണ്ടും കംഫർട്ട് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ പെട്രോൾ വാഹനം സെലക്ട് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പലർക്കും ഒരുപാട് യൂസ്ഫുള്ളായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കുക, എന്നിട്ട് വൈസായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.